ഭാഗം 3 രാമന്റെ പുഴ. ഒരു മാണിക്യ നഗരം. ടോർച്ച് മുകളിലേക്ക് അടിക്കുമ്പോൾ ഒരു വലിയ കമാനത്തിന്റെ രൂപം വെളിപ്പെടുന്നു. വിജയൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. ഇത് സത്യമാണ്. അവർ കമാനത്തിലൂടെ അകത്തേക്ക് നീങ്ങുന്നു. അവിടെ വെള്ളം കുറവാണ്. അവർ വെള്ളത്തിനടിയിൽ തന്നെ നടക്കാൻ തുടങ്ങുന്നു. അവർക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ ഒരു വലിയ ഹാളിലാണ്. വെള്ളം അരക്കെട്ട് വരെ മാത്രം. ടോർച്ചുകളുടെ വെളിച്ചത്തിൽ ആ കാഴ്ച കാണുന്നു. വിശാലമായ കൽമണ്ഡപങ്ങൾ, സ്വർണം പൂശിയതുപോലെ തോന്നിക്കുന്ന ചില ശില്പങ്ങൾ, ഭിത്തികളിൽ തേഞ്ഞുപോയെങ്കിലും ഇപ്പോഴും തിളങ്ങുന്ന ചുവർചിത്രങ്ങൾ. ശ്വാസം അടക്കിപ്പിടിച്ച് പതിഞ്ഞ സ്വരത്തിൽ രാമൻ പറഞ്ഞു, കണ്ടില്ലേ എന്റെ മാണിക്യ നഗരം. മുത്തശ്ശന്മാർ പറഞ്ഞതൊന്നും കള്ളമായിരുന്നില്ല. ശ്രീധരൻ ചുവരിലെ ഒരു സ്വർണ്ണാഭരണം എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് കല്ലുമായി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്തൊരു അത്ഭുതം! ഇത്രയും കാലം വെള്ളത്തിനടിയിൽ. അവന് മുഴുവനായി പറയാൻ കഴിഞ്ഞില്ല. ആ സമയം വിജയൻ തറയിൽ കിടന്ന ഒരു ചെറിയ മനുഷ്യരൂപത്തിലുള്ള സ്വർണ്ണ വിഗ്രഹം എടുക്കാൻ ശ്രമിക്കുന്നു. അതിന് നല്ല ഭാരമുണ്ട്. വിജയൻ, രാമ, ഇത് നോക്ക്. ഇതൊരു നിധിയാണ്. അശോകൻ ഒരു മൂലയിലേക്ക് ടോർച്ചടിക്കുന്നു. അവിടെ സ്വർണവും ചെമ്പും ചേർത്ത ലോഹത്തിൽ നിർമ്മിച്ച ഒരു പുരാതന യന്ത്രം പോലെ തോന്നിക്കുന്ന ഒന്ന് കാണുന്നു. അശോകൻ, ഈ നഗരം പുഴയിലേക്ക് താഴ്ന്നുപോയത് സ്വാഭാവികമായിട്ടായിരിക്കില്ല. ഇതൊരു വലിയ യന്ത്രമാണ്. വെള്ളം നിയന്ത്രിക്കാനോ ഒരുപക്ഷെ നഗരത്തെ ഒളിപ്പിക്കാനോ ഉണ്ടാക്കിയതാകാം. കൂട്ടുകാരെ, കൂടുതൽ രസകരമായ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.